പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചന വായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ, കർത്താവേ, വേഗം വരണമേ. ആമേൻ. പ്രിയ ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26 മുതൽ 28 വരെയുള്ള അവസാന അധ്യായ ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. ഇതിലെ പ്രധാന പ്രമേയം റോമിലേക്കുള്ള പൗലോസ്ലീഹയുടെ യാത്രയും സുവിശേഷ വിജയവുമാണ്. റോമിലെ ചക്രവർത്തിയുടെ സന്നിധിയിലേക്ക് കപ്പൽ യാത്ര നടത്തുന്ന പൗലോസ്ലീഹ കപ്പൽ തകർച്ചയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും റോമിൽ തടവിലായിരിക്കുമ്പോഴും ദൈവരാജ്യം പ്രസംഗിക്കുന്നതുമാണ് അവസാന അധ്യായ ഭാഗങ്ങൾ. അധ്യായം 26. അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ പൗലോസ്ലീഹ നടത്തുന്ന ധീരമായ ആത്മസമർപ്പണവും വിശ്വാസ പ്രഖ്യാപനവുമാണ് 26-ാം അധ്യായത്തിൽ നാം കാണുക. തൻ്റെ പൂർവ്വകാല ജീവിതവും ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ചുണ്ടായ സ്വർഗീയ ദർശനവും അദ്ദേഹം അത്യന്തം ഭക്തിയോടെ വിവരിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും മനുഷ്യരെ തിരിക്കാനാണ് താൻ വിളിക്കപ്പെട്ടതെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഫെസ്തൂസ് ഗവർണർ പരിഹസിച്ചെങ്കിലും പൗലോസ് തൻ്റെ സാക്ഷ്യത്തിൽ ഉറച്ചു നിന്നു. ക്രിസ്ത്യാനിയാകാൻ തന്നെ നീ പ്രേരിപ്പിക്കുന്നുവോ എന്ന അഗ്രിപ്പയുടെ ചോദ്യം സുവിശേഷത്തിൻ്റെ സ്വാധീന ശക്തി വെളിപ്പെടുത്തുന്നു. ചങ്ങലകളാൽ ബന്ധിതനാണെങ്കിലും തൻ്റെ മുൻപിലിരിക്കുന്ന രാജാക്കന്മാരെക്കാൾ വലിയ ആത്മീയ സ്വാതന്ത്ര്യം പൗലോസ് അനുഭവിച്ചിരുന്നു. സത്യദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിക്ക് ലോകത്തിലെ ഒന്നിനെയും ഭയപ്പെടാനില്ലെന്ന് ഈ അധ്യായ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ പ്രതിസന്ധിയെയും സുവിശേഷം അറിയിക്കാനുള്ള വേദിയാക്കി മാറ്റാൻ പൗലോസിന് സാധിച്ചു. ദൈവത്തിൻ്റെ വിളിയോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനവും ധീരതയും ഇവിടെ പ്രകടമാണ്. അധ്യായം 27. റോമിലേക്കുള്ള പൗലോസ്ലീഹയുടെ അപകടകരമായ കപ്പൽ യാത്രയും അതിനിടയിലുണ്ടാകുന്ന ഭയാനകമായ കപ്പൽ തകർച്ചയുമാണ് 27-ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തം. പ്രകൃതിക്ഷോഭങ്ങൾക്കും വലിയ തിരമാലകൾക്കും മധ്യേ എല്ലാവരും പ്രത്യാശ കൈവിട്ടപ്പോൾ പൗലോസ് മാത്രം ദൈവത്തിൽ വിശ്വസിച്ച് ധൈര്യമായി നിന്നു. ഭയപ്പെടേണ്ട, നീ സീസറുടെ മുൻപിൽ നിൽക്കേണ്ടതാണ് എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പൗലോസിന് ആങ്കർ പോലെ ഒരു നങ്കൂരമായി കരുത്തായി മാറി. കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ജീവൻ പൗലോസിനോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യ നിമിത്തം രക്ഷിക്കപ്പെടുന്നു. അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി മുറിച്ച് അവർക്ക് നൽകുന്ന പൗലോസ് വിശുദ്ധ കുർബാനയുടെ ഒരു മുൻകരുതൽ എന്നോണം അവരെ ശക്തിപ്പെടുത്തുന്നു. കൊടുങ്കാറ്റുകൾക്കിടയിലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും വിശ്വാസിക്ക് നിങ്ങൾക്കും എനിക്കും കഴിയണം. കപ്പൽ തകർന്നെങ്കിലും എല്ലാവരും സുരക്ഷിതമായി കരയ്ക്ക് എത്തുന്നത് ദൈവത്തിൻ്റെ അചഞ്ചലമായ സംരക്ഷണത്തിന് തെളിവാണ്. ഒരാൾ പോലും വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചില്ല. നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ യാത്രകളിൽ, പ്രതിസന്ധികളിൽ, തിരമാലകളിൽ പെട്ട് ഉലയുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്ന് തിരിച്ചറിയണം. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുമ്പോൾ നാശത്തിൻ്റെ മധ്യത്തിലും നമ്മൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഈ അധ്യായം സാക്ഷ്യപ്പെടുത്തുന്നു. അധ്യായം 28. മാൾട്ട ദ്വീപിലെ അത്ഭുതകരമായ അനുഭവങ്ങളും ഒടുവിൽ പൗലോസ്ലീഹ റോമിലെത്തുന്നതുമാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെ അവസാന അധ്യായം വിവരിക്കുന്നത്. അണലി കടിച്ചെങ്കിലും പൗലോസിന് ഒന്നും സംഭവിക്കാത്തത് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറുന്നതിൻ്റെ അടയാളമായിരുന്നു. ദ്വീപിലെ രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിന്റെ ശക്തി അദ്ദേഹം അവിടെയും പ്രകടിപ്പിച്ചു. ഒടുവിൽ റോമിലെത്തിയ പൗലോസ് തൻ്റെ വീടിനുള്ളിൽ തടവുകാരനായിരിക്കുമ്പോഴും തന്നെ കാണാൻ വരുന്ന എല്ലാവരോടും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. തടസ്സങ്ങളില്ലാതെ
വലിയ ധീരതയോടെ ക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചത് സഭയുടെ ചൈത്രയാത്രയെ കാണിക്കുന്നു. യഹൂദർ വചനം നിരസിച്ചപ്പോൾ രക്ഷയുടെ സന്ദേശം പുറജാതികളിലേക്ക് പൂർണ്ണമായി തിരിയുന്നത് ഇവിടെ നാം ദർശിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല സഹോദരങ്ങളെ, മറിച്ച് അത് പൗലോസിലൂടെയും തുടർന്ന് സഭയിലൂടെയും നമ്മളിലൂടെയും ഇന്ന് തുടരുന്നു. സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തുന്നതിൻ്റെ തുടക്കമാണ് ഈ അധ്യായം അടയാളപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും നിങ്ങളുടെയും എൻ്റെയും പരമപ്രധാനമായ ദൗത്യമെന്ന് ഈ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പൂർത്തീകരണം സഭയിലൂടെ ലോകമെങ്ങും വ്യാപിപ്പിക്കുക എന്നതായിരുന്നു പൗലോസ്ലീഹായുടെ ഈ യാത്രകൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര സന്ദേശം നമ്മളിലേക്ക് എത്തിക്കാൻ. അവിടുത്തെ സ്നേഹവും ബലിയും നമ്മുടെ ജീവിതങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം ആത്മീയമായി സദാ സന്നദ്ധരായിരിക്കണം. ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ആത്മീയ ലക്ഷ്യം മറന്നു പോകാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ക്രിസ്തു മഹത്വത്തോടെ വീണ്ടും വരുമ്പോൾ അവിടുത്തെ സ്വീകരിക്കാൻ നമുക്കൊരുമിച്ചൊരുങ്ങാം. പാപത്തിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുതാപത്തോടെ ദൈവത്തിലേക്ക് മടങ്ങാൻ കർത്താവ് നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ. നല്ല കുമ്പസാരത്തിലൂടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരാനും നമുക്ക് പരിശ്രമിക്കാം. ഒരുമിച്ച് തന്നെ ലൗകിക മോഹങ്ങളെ ഉപേക്ഷിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ ദൈവം കൃപ നൽകട്ടെ. ഈ വചന ചിന്തകൾ ശ്രവിച്ചതിന് ശേഷം ഇതിന് ആസ്പദമായ ബൈബിൾ അധ്യായങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ ഏറെ സഹായകമാകും. ദൈവത്തിൻ്റെ വലിയ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.